ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദിൽഷ്ന ബിൻസി. കോട്ടക്കൽ മലബാർ ഇംഗ്ലീഷ് സ്കൂളിൽ 4th സിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ആരോറൂട്ട് ഡ്രിങ്കാണ്, അഥവാ കൂവപ്പൊടി ജ്യൂസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് തിളച്ച വെള്ളമാണ്. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ കൂവപ്പൊടി. പിന്നെ വേണ്ടത് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര. പിന്നെ ഒരു പിഞ്ച് ഉപ്പ്. പിന്നെ 1 കപ്പ് കോക്കനട്ട് മിൽക്ക്, ആവശ്യത്തിനുള്ള നോർമൽ വാട്ടർ. ആദ്യം ഈ കൂവപ്പൊടി നമ്മുടെ ഈ വാട്ടറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ കൂവപ്പൊടി കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം കൂവപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ തിളച്ച വെള്ളത്തിലോട്ടാണ് ഇട്ടെടുക്കേണ്ടതാണ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം ഇട്ടെടുക്കേണ്ടത് നമ്മുടെ ഈ തിളച്ച വെള്ളത്തിലോട്ട് പിഞ്ചുപ്പാണ്. എന്നിട്ടായിരിക്കണം ഈ മിക്സ് ഒഴിച്ചു കൊടുക്കേണ്ടത്, കൂവ മിക്സ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഈ കൂവപ്പൊടി എൻ്റെ വീട്ടിലുണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് കൂവപ്പൊടി ഇല്ലെങ്കിൽ കടയിൽ നിന്ന് കിട്ടുന്നതാണ്. ഇനി നമ്മുടെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഫ്ലെയിം കൂടുതൽ നേടിയിരിക്കരുത്. അത് പെട്ടെന്ന് ഓഫാക്കണം. ഒരു 1-2 സെക്കൻഡ് ഇളക്കിയിട്ട് പെട്ടെന്ന് ഫ്ലെയിം ഓഫാക്കണം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക്. നോമ്പ് കാലത്ത് അത്താഴത്തിന് ഇത് കുടിക്കാൻ ഹെൽത്തിയാണ്. പല അസുഖങ്ങൾക്കും ഇത് നല്ലതുമാണ്. ഇപ്പം നമ്മുടെ കൂവ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടാറിയിട്ട് ഒരു ഗ്ലാസ്സിലോട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കൂവപ്പൊടി. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്താഴത്തിനൊക്കെ നല്ല ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ.